ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു ഹോം മെയ്ഡ് പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിലെല്ലാവർക്കും ഒരുപോലെ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഓവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗ്യാസ് സ്റ്റോപ്പുമ്മലായാലും നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഫേ സ്റ്റൈൽ ഒരു പിസ്സേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്യൂബ്സാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സോയ സോസാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയ സോസാണ് വയ്ക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ഇത്തിരി ഉപ്പേ ചേർക്കുന്നുള്ളൂ കേട്ടോ. സോയ സോസിൽ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എങ്കിലാണ് കറക്റ്റായിട്ട് ആ പൊങ്ങി വരൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം, നമുക്ക് കൈ വെച്ചാൽ ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ അങ്ങനത്തെ ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അത് ഏകദേശം ഒരു 1/4 കപ്പോളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കുക, വെളിച്ചെണ്ണ എടുക്കണ്ട, ഒലിവ് ഓയിലും എടുക്കുക. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ മൈദേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഈസ്റ്റിൻ്റെത് ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുഴച്ചെടുക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഇനി അത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 2 മുതൽ 5 മിനിറ്റ് വരെ നല്ലോണം കുഴക്കണം. കാരണം നന്നായിട്ട് കുഴക്കുന്നതിനനുസരിച്ചിട്ടാണ് മാവ് സോഫ്റ്റായി വരിക കേട്ടോ. ഈ ഒരു സ്ട്രെച്ചിങ് മെത്തേഡ് പോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് വലിച്ച് നീട്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് നമ്മൾ ഒരു റോളിംഗ് പിൻ യൂസ് ചെയ്തിട്ടൊന്ന് അത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പിസ്സ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടി വലുതാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ട്രേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അലുമിനിയം യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്, പെട്ടെന്ന് ചൂടാവാനൊക്കെ. പിന്നെ നിങ്ങൾക്ക് പിസ്സ ട്രേ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു തട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പാത്രത്തിൻ്റെ മൂടിയായിട്ട് വരുമല്ലോ. ഇനി ഈ റോളിംഗ് പിന്നിൽ ഉരുട്ടിയിട്ട് തന്നെ വേണം നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് വലിഞ്ഞ് നീണ്ടു പോകും. നമ്മൾ കൈകൊണ്ട് എടുക്കുന്നതിനനുസരിച്ച് അത്രയും സോഫ്റ്റാണ് മാവ് ഉണ്ടാവുക. ഇനി ആ ട്രേൻ്റെ എക്സ്ട്രാ വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. നമ്മൾ പിസ്സ കാണുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ക്രസ്റ്റ് ഉണ്ടാവില്ല, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഇനി ഇത് കുറച്ച് സമയം അവിടെ നിന്നോട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ആ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ബട്ടറിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടോസ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് പിസ്സ ബേക്ക് ചെയ്യുന്ന ഒന്നുകൂടി വെന്തോളൂ കേട്ടോ. ഇനി ഈ ബേസിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ട് കുത്തി കൊടുക്കുക. അത് പൊങ്ങി വരാണ്ടിരിക്കാനാണ് നമ്മൾ തിൻ ക്രസ്റ്റ് പിസ്സ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ക്രസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തിക്കായിട്ട് അത് പരത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ പിസ്സ സോസാണ് ഒഴിക്കുന്നത്. ഞാനിപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സോസാണ്. ഇത് ഒരു ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിച്ച് വെച്ചോണ്ട് കേട്ടോ. അത് യൂസ് ചെയ്യുന്നത് വെറുതെ ചീത്താക്കണ്ടല്ലോ. പിന്നെ നമുക്കത് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി, സവാള, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ഒന്ന് ഓയിൽ സോട്ടേ ചെയ്തതിന് ശേഷം കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് 1 സ്പൂൺ വിനെഗറും കൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. പിസ്സ സോസ് റെഡി ആവട്ടാം. അപ്പോൾ ഇത് സ്റ്റോർ ബോട്ട് നമ്മൾ വീട്ടിലുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. പിസ്സ സോസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇൻഷാല്ല പിന്നീട് ഒരിക്കൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് മോസറല്ല ചീസാണ്. കുറേ ചീസ് നമ്മൾ ആഡ് ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിസ്സക്ക്. അപ്പോൾ ഞാനിതിപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്താണ്, പക്ഷെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഗ്രേറ്റ് ചെയ്യാനുള്ള മടിക്കൊന്ന് കട്ട് ചെയ്തെടുത്താണ്. ഫുഡ് പ്രോസസ്സറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും ഒന്നുകൂടി സിമ്പിളാവും കേട്ടോ. പിന്നെ അതിൻ്റെ മേലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് ടോപ്പിങ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ചിക്കൻ ഒഴിവാക്കിയിട്ട് വെറുതെ വെജീസ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. മെയിനായിട്ട് ആ ഒരു പിസ്സ സോസും മൊസറല്ല ചീസും ആണ് നമുക്ക് പിസ്സക്ക് വേണ്ടിയത്. ബാക്കി ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു സോസും ചീസും വരുമ്പോൾ തന്നെ ആ ഒരു പിസ്സേൻ്റെ നല്ല ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ ഈ ഒരു സോസിൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു പിസ്സ ഹെർബ്സ് ഉണ്ട്, അതായത് നമ്മൾ ഒറിഗാനോ, ബേസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ അത് ചേർക്കാത്തത്. അതല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സോസാണെന്നുണ്ടെങ്കിൽ ഒറിഗാനോ, ബേസിൽ അങ്ങനത്തെ ഹെർബ്സൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിസ്സൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇവിടെ വെജീസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സവാള, ഒലീവ്സ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ ചെറിയ ടൊമാറ്റോ ആണ് കേട്ടോ. നിങ്ങൾക്ക് സാധാ ടൊമാറ്റോ യൂസ് ചെയ്യാം. ഇനി അതും ഇതുപോലെ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ലെയർ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രയെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കട്ടോ. പിന്നെ ഞാനിതിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗപ്പിൽ ഇത് ബേക്ക് ചെയ്തെടുക്കുക. സാധാരണ നമ്മളൊരു ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കുമല്ലോ, വലിയൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള പാത്രം എന്തെങ്കിലും അലുമിനിയം പാത്രം എടുത്തിട്ട് അതിൽ ഒരു പാക്കറ്റിൻ്റെ അടുത്ത് ഉപ്പ് വെതറാടി ഭാഗത്തായിട്ട്, പിന്നെ അതിൻ്റെ സെൻറ്ററിലൊരു റിങ്ങും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഹീറ്റ് ചെയ്തെടുത്താൽ പിന്നെ ഒരു ഓവൻ പോലെ തന്നെ ആയി. അപ്പോൾ ഈ ഒരു പാത്രം അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കർ യൂസ് ചെയ്യുക. കുക്കർ യൂസ് ചെയ്യുമ്പോൾ വിസിൽ യൂസ് ചെയ്യരുത്. പിന്നെ ഈ ഒരു പാക്കറ്റ് ഉപ്പ് വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിക്കേണ്ട. ആ ഉപ്പ് എടുത്ത് വെച്ചാൽ വീണ്ടും വീണ്ടും ഇതുപോലെ ബേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ബ്ലാക്ക് കളറായി ഇങ്ങനെ വരും. നന്നായിട്ട് ബ്ലാക്ക് കളറാവുമ്പോൾ ഒരുമാതിരി സ്മെല്ല് വരും. അപ്പോൾ മാത്രം ഒഴിവാക്കിയാൽ മതി. അല്ലാഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ പിസ്സ ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ആണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത്. പിന്നെ അതിൻ്റെ ക്രസ്റ്റിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അതിൽ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണേ. അപ്പോൾ നമ്മൾ അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കുക, എന്നാലും പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കമൻസും ലൈക്സൊക്കെ ഷെയർസൊക്കെ വരുമ്പോഴാണ് നമ്മളെ വീഡിയോക്ക് റീച്ച് കൂടുള്ളൂ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ലേ, റീച്ച് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഏത് ടൈപ്പ് വീഡിയോ ആണ്, എന്ത് റെസിപ്പിയാണ് അടുത്ത് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.